ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതേ ഞാനൊരു നൈറ്റി മെറ്റീരിയലിൽ എന്താ പറയുക, സൈഡ് ഓപ്പൺ സൈഡിൽ സ്ലിറ്റുള്ള ചുരിദാറിൻ്റെ ടോപ്പില്ലേ, അത് കട്ട് ചെയ്യണൊരു വീഡിയോ ഉണ്ടാണ് ഇന്ന് കാണിക്കുന്നത്. കുറേ ദിവസങ്ങളായി കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല, സമയം കിട്ടാറില്ല. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പേഴ്സണലായിട്ടും മെസ്സേജ് വരുന്നുണ്ട്, എന്താണ് വീഡിയോസ് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടാത്തതെന്ന് കേട്ടോ. അപ്പോൾ ഇപ്പോഴെങ്കിൽ പനിയൊക്കെ പിടിച്ചിട്ട് സൗണ്ടൊക്കെ കുറച്ച് പ്രോബ്ലം ആയിട്ട് ഇരിക്കുകയാണ്. എന്നാലും ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് 290 മെറ്റീരിയൽ കേട്ടോ. നമ്മുടെ അടുത്ത് നൈറ്റി മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് നമ്മുടെ അടുത്തുള്ളൊരു കസ്റ്റമർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ തന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് 290 നൈറ്റി മെറ്റീരിയലാണ്. ഇത് നമ്മൾ 4 മടക്കി ഇട്ടേക്കാണ്. ഇതേപോലെയാണ് തേര് ഭാഗം ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. എന്താ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഭാഗത്തേക്കും വരണം കേട്ടോ. എന്നിട്ട് ഇതേപോലെയാണ് 4 മടക്കി ഇട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിന് അവർ അളവ് തന്നിട്ടുണ്ട്. ഈ അളവിൽ എങ്ങനെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഞാൻ കാണിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ടോപ്പാണ് നമുക്ക് തന്നിട്ട് ഞാനത് മറിച്ചിട്ടേക്കാണ്. നല്ല വശം ഉൾഭാഗത്താണ് കേട്ടോ. ഇത് എന്താ പറയണ, ഇത് ഉൾഭാഗം പുറം ഭാഗത്തേക്കും ആക്കിയിട്ട് മടക്കിയിട്ടേക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവ് നോക്കിയിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഭയങ്കര അളവും കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കാനറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒന്ന് സാധാരണ രീതിയിൽ അധികം ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക് എങ്ങനെ ഒരു ടോപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുന്നവർക്കൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. അതേപോലെ നമ്മുടെ കയ്യിൽ ഒരുപാട് നൈറ്റി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ വാട്സപ്പ് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ആ നമ്പറിലേക്കൊന്ന് നമുക്ക് മെസ്സേജ് ചെയ്താൽ നമ്മൾ ആവശ്യമുള്ള ഫോട്ടോസൊക്കെ ഇട്ട് തരും കേട്ടോ. അപ്പോൾ ഇതേപോലെ അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം തന്നെ ഈ ജോയിൻ്റ് ഇല്ലാത്ത ഭാഗത്തു നിന്നാണ് സാധാരണ ടോപ്പ് അടിക്കുമ്പോൾ കയ്യിന് എടുക്കണത് കേട്ടോ. കൈ എടുക്കണത് ആ ഭാഗത്തു നിന്നാണ്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും ഇതേപോലെ കൈക്ക് നീളം കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതേപോലത്തെ നീളം കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യും, ഈ 4 മടക്കിയിട്ടതിന് ശേഷം ഈ മുകൾ ഭാഗത്തു നിന്നായിരിക്കുള്ളൂ ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ സ്ലീവ് നമുക്ക് അളവ് തന്നിട്ടുള്ള സ്ലീവ് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ വെച്ച് കൊടുക്കും. മനസ്സിലായി? ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നല്ല കറക്റ്റിന് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വരച്ചെടുക്കും. നോക്കിയേ, ഇത് നിങ്ങൾക്ക് അധികം അളവും കാര്യങ്ങളൊക്കെ എടുത്ത് തയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെയ്യണത്. അപ്പം നമ്മൾ ഈ സ്ലീവിൻ്റെ ഇടം കഴിഞ്ഞിട്ട് പിന്നെ 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ആ തയ്യൽ തുമ്പും കൂടി ഇതിലേക്ക് വരാനാണ് ഞാൻ എന്താണ് ഈ ടോപ്പ് ഞാൻ മറിച്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ തയ്യൽ തുമ്പുള്ള ഭാഗം എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ സെൻറ്റർ ഈ മുകൾ ഭാഗത്താണ് ഈ കൈയുടെ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇതിൽ കൂടി ഇങ്ങനെ വരച്ചെടുക്കും. തയ്യൽ തുമ്പടക്കം ഇതേപോലെ താഴേക്കും വരച്ചെടുക്കും. മുകൾ ഭാഗത്ത് ഈ തയ്യൽ തുമ്പുണ്ടാവൂലേ, ഈ തയ്യൽ തുമ്പിൻ്റെ ഇത് ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് നിവർത്തി വെച്ചിട്ട് ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് വരച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം വരില്ല, ഈ ഭാഗത്ത് നമ്മുടെ കൈക്കുഴി വന്ന ഭാഗത്ത് അവിടെയും ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അളവും ഇത്രയും ഇറക്കം മതി എന്നുള്ളത് കിട്ടി, ഇവിടെയും കിട്ടി. ഇനി ഇവിടെ നിന്ന് നമ്മളൊരു 1 ഇഞ്ച് ഞാൻ താഴത്തേക്ക് മടക്കി അടിക്കാൻ 2 പ്രാവശ്യം നമ്മൾ മടക്കി അടിക്കും. ഇങ്ങനെ അര ഇഞ്ച് മടക്കുമ്പോൾ 1 ഇഞ്ചാവും. അപ്പോൾ 1 ഇഞ്ചോളം അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇട്ടാലും അതിന് ഇറക്കം കൂടുതൽ 1/2 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കണം എന്നുള്ളവർക്കാണെങ്കിൽ 1/2 ഇഞ്ച്, കാരണം ഇവിടെ തേര് ഭാഗമായിരിക്കും ഇവിടെയല്ല. അപ്പോൾ 1/2 ഇഞ്ചായാലും മടക്കി തയ്ക്കാനോട്ട് ഇട്ടാൽ മതി കേട്ടോ. അത് കണക്കാക്കിയിട്ട് വേണം. മനസ്സിലായില്ലേ? ഇതേപോലെയാണ് കൈ ഇങ്ങനെ ഇതേപോലെ പരത്തി വെച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പ് സ്റ്റിച്ച് ഇടുന്ന ഭാഗത്തുനിന്നും തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് വേണം ഇതേപോലെ ഇങ്ങനെ വരച്ച് താഴേക്ക് ഇതേപോലെ തന്നെ ഈ കൈയിൻ്റെ ഭാഗം ഇരിക്കണം. എങ്ങനെയാണ് അവിടേക്ക് വരച്ചു കൊടുക്കണം കേട്ടോ.
മുകൾ ഭാഗത്തും ഇതേപോലെ തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ഇവിടെയും വരച്ചു കൊടുക്കുക. ഈ കൈക്കുഴിയിലെ കക്ഷത്തിൻ്റെ ഭാഗം നമ്മൾ ഇത് വരൂലേ, കൈക്കുഴിയുടെ ഭാഗം വരൂലേ, ആ ഭാഗത്തും നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മുകൾ ഭാഗത്തുനിന്ന് വരച്ച ഭാഗത്ത് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വരൂലേ, ആ ഷേപ്പിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൈ കിട്ടി, കൈയുടെ ഭാഗം കിട്ടി. കണ്ട, ഇതേപോലെ വരച്ചു കൊടുത്താൽ മതി. കണ്ട, കൈ വെട്ടണതൊക്കെ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കൈ എങ്ങനെ നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് അളവ് അധികം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് ഈ കൈയിൻ്റെ വീതി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ താഴത്തേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ആ വരച്ച് കൊടുക്കണ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക, നമ്മുടെ അളവുണ്ടല്ലോ, അളവ് നമ്മളുടെ ബാക്ക് വശം എടുക്കുക. ബാക്ക് വശം എടുത്തതിന് ശേഷം ബാക്ക് ഭാഗം എടുക്കുക. അതിങ്ങനെ ഉണ്ടാ ബാക്കിലെ വശം ഇരിക്കണം നമുക്ക് പുറത്ത് ഇങ്ങനെ കിട്ടേണ്ടത്. എന്നിട്ട് ഈ ടോപ്പ് നമ്മൾ 4 ഇതേപോലെ മടക്കിയിടാം. മടക്കിയിട്ട് ഈ കൈക്കുഴി വന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം കറക്റ്റ് പിടിക്കുക. ഇതേപോലെ ഈ സൈഡൊക്കെ കറക്റ്റ് പിടിക്കുക നമുക്ക്. എന്നിട്ട് സ്ലിറ്റുള്ള ഇതാണ് ഇത്, സൈഡ് ഓപ്പണാണ് ചുരിദാറിൻ്റെ ടോപ്പ്. ഇത് നമുക്ക് കറക്റ്റ് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കൈ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് ഈ ഒരു ടോപ്പ് കൊണ്ടുവന്ന് വെക്കുക. ഇതേപോലെ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് ചേർത്തി ഈ ടോപ്പ് അളവ് തന്ന ടോപ്പ് വെക്കണം. കറക്റ്റായിട്ട് നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് മടക്കി ഇടണം കേട്ടോ, എന്നാലാണ് ഇത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അളവും കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ ഇതൊരു എളുപ്പമാർഗ്ഗമാണ്. കാരണം ചില ആൾക്കാർക്ക് സ്റ്റിച്ചിങ്ങൊക്കെ അറിയാൻ പറ്റും, കട്ടിങ്ങൊക്കെ അത്ര വലിയ കറക്റ്റായിട്ടൊന്നും അറിയാത്തവർക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു എളുപ്പമായിട്ട് തോന്നും, അവർക്കൊരു ഉപകാരമായിട്ട് മാറും. അപ്പം ഞാനതാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഇനി അളവൊക്കെ എടുത്ത് തയ്ക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കും നമ്മളങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ വീഡിയോ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ കഴുത്തൊക്കെ നല്ല കറക്റ്റിനൂടെ പിടിച്ച്, ഇതൊക്കെ ആർക്കും സാധിക്കുന്നൊരു കാര്യമാണല്ലോ. കറക്റ്റായിട്ട് അതേ കഴുത്തിൻ്റെ റൗണ്ടൊക്കെ നമ്മൾ കറക്റ്റിന് പിടിച്ച്, ഷോൾഡർ, ഈ കൈക്കുള്ള ഭാഗം, ഈ സൈഡൊക്കെ കറക്റ്റിന് പിടിച്ച്, അതേപോലെ ഇവിടെ നല്ല കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗമൊക്കെ എല്ലാം കറക്റ്റാക്കിയിട്ട് നമ്മൾ 4 ഈ ടോപ്പ് മടക്കിയിട്ടിട്ട് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് കറക്റ്റിന് വെക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബാക്കിലെ കഴുത്തുണ്ടല്ലോ, അതിൻ്റെ റൗണ്ട് നമുക്കൊന്ന് 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ്, ഒരു 1/2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് കൂടുതലായിട്ട്, 4 ഇഞ്ച് പോരാ, 4 ഇഞ്ച് കൂടുതലായിട്ടൊന്ന് നമ്മൾ ഈ തയ്യൽ തുമ്പ് കണക്കാക്കി ഈ ബാക്കിലെ കഴുത്തിൻ്റെ ഇതൊന്ന് കഴുത്ത് ഷേപ്പൊന്ന് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് കഴുത്തല്ല കേട്ടോ, ബാക്ക് കഴുത്ത്. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് പോയേക്കണേൻ്റെ മുകളിലേക്ക് 1/2 ഇഞ്ച് കയറ്റിയിട്ട് വേണം ഷോൾഡർ ഇതേപോലെ വരച്ചു കൊടുക്കാൻ. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ടല്ലോ, സ്ലീവ് ചേർത്തിയേക്കണം, ജോയിൻറ്റ് വന്നേക്കണം, ആ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് വേണം ഇവിടെ ഇതേപോലെ ഷോൾഡർ അടയാളപ്പെടുത്താൻ. ഉണ്ടാ ഷോൾഡർ ഇതേപോലെ അടയാളപ്പെടുത്തി. ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്ലീവിൻ്റെ നമ്മുടെ ഈ കൈയുടെ ഭാഗം ഉണ്ടല്ലോ, കൈക്കുഴിയുടെ ഭാഗം നമ്മളിവിടെ ജോയിൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ, സ്ലീവും കൈക്കുഴിയും കൂടി, അതിൻ്റെ തയ്യൽ തുമ്പും കൂടി ചേർത്തിയിട്ട് നമ്മുടെ ഈ 3 വിരലുകൾ ഇതേപോലെ ഇടവിട്ട് ഇതേപോലെ വെക്കാം, തയ്യൽ തുമ്പ് ചേർത്തിട്ട്. എന്നിട്ട് ഈ സ്ലീവ് ഇതേപോലെ ഇങ്ങോട്ട് മടക്കിയിട്ട് നമ്മുടെ വിരൽ നമുക്കിവിടെ തടയോല, അതിങ്ങനെ മനസ്സിലാവില്ല, ആ വിരലിൻ്റെ ഭാഗം എൻ്റെ എവിടെയാണ് വരുന്നത് അവിടെ നമ്മൾ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കൈക്കുഴിയുടെ ഈ ഭാഗം, ഈ എൻ്റെ വിരലിൻ്റെ ഭാഗമില്ല, അവിടെ നമ്മൾ വിരൽ വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. മനസ്സിലായ? അപ്പോൾ നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ കൈക്കുഴി നമുക്ക് കിട്ടും. കണ്ടോ? ഇനി അതിന് ശേഷം ഇതേപോലെ നമ്മളുടെ ചെസ്റ്റ് അളവ് ഇവിടെ വരുന്നുണ്ടല്ലോ, ചെസ്റ്റ് അളവ്
ഈ സെൻറ്ററിൽ നിന്ന് ഈ ഭാഗത്തേക്ക്. അത് നമ്മൾ ഈ തയ്യൽ തുമ്പടക്കം അടയാളപ്പെടുത്തി കൊടുക്കുക. അല്ല, ഇനി അത് നമുക്ക് എത്രയാണോ ഇടം വേണ്ടത് അതിൽ കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ വരയ്ക്കുക. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ വരയ്ക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ വേസ്റ്റ് അളവ് ഒക്കെ ഞാൻ ഇതേപോലെ ഇങ്ങനെ വരച്ച് ഈ തയ്യൽ തുമ്പ് അടക്കമാണെങ്കിൽ നമ്മൾ ഈ ഭാഗമുള്ള മറിച്ചിട്ടേക്കാണല്ലോ, നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ടാണ് ടോപ്പ് മറിച്ചിട്ടേക്കണം. എന്നിട്ട് ഈ സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗമില്ലേ, നമ്മുടെ ഓപ്പൺ സൈഡ് ഓപ്പൺ ആണല്ലോ, അപ്പോൾ തുടങ്ങുന്ന ഭാഗത്ത് ഈ ഷേപ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. എന്നിട്ട് ഇതേപോലെ ഇതിങ്ങനെ ഒരു വര വരച്ച് കൊടുക്കും. എന്നിട്ട് ഈ സ്ലിറ്റിൻ്റെ ഭാഗമുണ്ടല്ലോ, ഈ സ്ലിറ്റിൻ്റെ ഭാഗത്തുനിന്ന് 1 ഇഞ്ചോളം നമ്മൾ ഈ സ്ലിറ്റ് ഇവിടെ തയ്ച്ചേക്കുള്ള നമ്മൾ മടക്കി തയ്ച്ചേക്കുള്ള താഴേക്ക് ഈ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ചോളം അകലം കണക്കാക്കിയിട്ട് നേരെ സ്ട്രെയിറ്റായിട്ട് താഴേക്ക് ഇതേപോലെ 1 ഇഞ്ച് അകലം മതി കേട്ടോ. നമുക്ക് ഈ സൈഡ് മടക്കി അടിക്കാൻ കണക്കാക്കിയിട്ട് 1 ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. താഴേക്ക് വരച്ചു കൊടുക്കുക. ഇങ്ങനെ താഴേക്ക് വരച്ചു കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഇതേപോലെ മടക്കി വെച്ചിട്ട് ഇതേപോലെ താഴെ ഭാഗമുണ്ടല്ലോ, ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഇത്രയും ഇറക്കോലെ ടോപ്പിനുള്ളൂ. ഇവിടെയും താഴേക്ക് 1 ഇഞ്ച് കണക്കാക്കി നമ്മൾ ഇവിടെയും സ്ട്രെയിറ്റായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്താ, താഴെയും 1 ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ ഈ കർവ് പോലെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട്, ഭയങ്കര ഒരു ഷേപ്പ് വേണ്ട, ചെറിയതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഇവിടെ വരച്ച് കൊടുക്കുക. ഉണ്ടാ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. നമുക്കൊരു ടോപ്പ് നല്ലൊരു കറക്റ്റായിട്ട് അളവിലുള്ള ഒരു ടോപ്പ് കിട്ടിയാൽ ഇതേപോലെ നമ്മുടെ തുണി 4 മടക്കിയിട്ടതിന് ശേഷം ഇതേപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെട്ടെന്ന് തന്നെ നല്ലൊരു അളവിൽ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു അളവിൽ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇതേപോലെ വരച്ചൊക്കെ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ബാക്കിൽ ഇതാണ് വരച്ച് കൊടുത്തേക്കണത്. കഴുത്ത് ബാക്കിലെ കൈക്കുഴിയുടെ ഭാഗമൊക്കെയാണ് വരച്ച് കൊടുത്തേക്കണത്. ഫ്രണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ കൈക്കുഴി ഇത് ബാക്കിലെ കഴുത്താണോട് വരച്ചിട്ടുണ്ടെങ്കിലും നമ്മളിത് ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ചിട്ടാണ് അവിടെ നിന്നാണ് ടോപ്പിൻ്റെ ഈ ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ടായത്. അത് വീഡിയോ ശരിക്കും നിങ്ങൾ 1, 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ആദ്യം വെട്ടിയെടുക്കാം. എന്താ പറയുക, കഴുത്ത് ആദ്യം വെട്ടണമെന്നില്ല. എന്നിട്ട് ഇനി ഫ്രണ്ടും ബാക്കും യു ഷേപ്പ് തന്നെയാണ് കഴുത്ത് വെട്ടണമെന്നുണ്ടെങ്കിൽ ബാക്കിലെ കഴുത്ത് വെട്ടിക്കോ. എന്നിട്ട് ഫ്രണ്ടിലെ ഒരു പീസ് എടുത്ത് ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഫ്രണ്ടിലെ കഴുത്തും പിന്നെ ഫ്രണ്ടിലെ കൈക്കുഴി, ഈ കൈക്കുഴിനേക്കാളും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടിട്ട് ഒന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് അതൊന്ന് വരച്ചിട്ട് വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ടിലെ പീസും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യണത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൈയുടെ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഷേപ്പ് വരച്ചില്ലേ, ആ ഷേപ്പിൽ നിന്ന് ഇതേപോലെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഷേപ്പ് വരച്ച് കൊടുത്തുകൂടി ഇതിങ്ങനെ വെട്ടിക്കൊടുക്കണം കേട്ടോ. എന്നിട്ട് താഴേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സെൻറ്റർ ഭാഗത്ത് നമ്മളെപ്പോഴും ഒരു നോച്ചിട്ട് കൊടുക്കുമല്ലോ, സെൻറ്ററാണെന്ന് മനസ്സിലാകാൻ അതും നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കൈയുടെ ഭാഗം മാറ്റി വെക്കുക. ഇനി അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ടോപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബാക്കിലെ കഴുത്ത് ഉൾപ്പെടെ ഞാൻ വെട്ടണുണ്ട്. കാരണം ബാക്കും ഫ്രണ്ടും നമ്മൾ യു ഷേപ്പ് തന്നെയാണ്, റൗണ്ട് നെക്ക് തന്നെയാണ് വെട്ടണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിച്ചിട്ട് തന്നെ വെട്ടി ഇതേ ഷോൾഡർ ഇതേപോലെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൈക്കുഴിയുടെ ഭാഗം വെട്ടണുണ്ട്. കൈക്കുഴി വെട്ടണുണ്ട് കേട്ടോ. ഇതേ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വെട്ടി അതിന് ശേഷം നമുക്ക് വേസ്റ്റും ചെസ്റ്റും വേസ്റ്റൊക്കെ വെട്ടാം കേട്ടോ. അതായത് നമ്മുടെ കൈക്കൂടെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ഇതേപോലെ താഴേക്ക് വെട്ടി നമ്മുടെ
ഹിപ്പിൻ്റെ ഭാഗത്താണല്ലോ നമ്മൾ എന്താ പറയണ ഈ സ്ലിറ്റ് ചുരിദാറിൻ്റെ ഇത് തുടങ്ങണത്. സ്ലിറ്റ് തുടങ്ങണത് സൈഡ് ഓപ്പൺ ചുരിദാറിൻ്റെ സ്ലിറ്റ് തുടങ്ങണത് ഈ ഹിപ്പിൻ്റെ ഭാഗത്താണല്ലോ. നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഹിപ്പ് എന്താണ്, വേസ്റ്റ് എന്താണ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ താഴെ ഭാഗത്ത് വരച്ചിട്ടുണ്ടായില്ലേ, ആ വരച്ച ഭാഗത്ത് കൂടി നമുക്ക് ആദ്യമേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ സെൻറ്റർ എത്തുമ്പോൾ ഒന്ന് പതുക്കെ ഷേപ്പ് ചെയ്യണം, ഭയങ്കര വിട്ടല്ല കേട്ടോ, പതുക്കെ ഷേപ്പ് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ 1 ഇഞ്ച് അകലത്തിൽ ഹിപ്പിനല്ല സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടി കണക്കാക്കി നമ്മൾ 1 ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്ത് വരച്ചിട്ടിട്ടുണ്ടായി. ആ ഭാഗത്ത് കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ഇത് എന്താ ഇതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നോക്കിയേ, ഇതേപോലെ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇത് വേസ്റ്റ് അതിൻ്റെ ഹിപ്പിൻ്റെ ഭാഗത്തു കൊണ്ടുവന്ന് ഈ ഷേപ്പ് നിർത്തി. എന്നിട്ട് ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് നമ്മൾ സൈഡ് ഓപ്പൺ ചുരിദാർ വരില്ലേ, അതിൻ്റെ സ്ലിറ്റ് തുടങ്ങുന്നത് ഹിപ്പിൻ്റെ ആ ഭാഗത്തു നിന്നാണ്. താഴേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്ത് അതേപോലെ തന്നെ കണ്ട ഇതേ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫ്രണ്ട് പാർട്ട് ഒരു പീസ് എടുക്കുക. ഫ്രണ്ട് പാർട്ടിന് വേണ്ടി ഒരു പീസ് എടുത്തിട്ട് ബാക്കിലെയും ഫ്രണ്ടിലെയും കഴുത്ത് ഞാൻ പറഞ്ഞതേ ബാക്കിൽ ഇതേപോലെ ഈ ബാക്കിലെ കഴുത്തിൻ്റെ ഇത് വെട്ടിയില്ലേ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കഴുത്ത് വെട്ടിയില്ല, അവിടെ നിന്ന് തന്നെ താഴേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 5.5 ഇഞ്ചോളം കഴുത്തിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഫ്രണ്ട് കഴുത്താണ് ഈ വരക്കണത്. അത് ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കൈക്കുഴി നമ്മൾ വെട്ടിയിട്ടില്ലേ, ബാക്കിലെ കൈക്കുഴിയാണ് നമ്മൾ ഒന്നിച്ചിട്ട് വെട്ടിയത്. ഈ കൈക്കുഴി അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് നീക്കിയിട്ട് ഒരു 1/2 ഇഞ്ചോളം നീക്കിയിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ 1/2 ഇഞ്ച് ഈ ഭാഗം ഈ കൈയുടെ നമ്മൾ ഈ കൈക്കുഴി വെട്ടിയിട്ടില്ല, അതിൻ്റെ മധ്യഭാഗത്തായിരിക്കുന്നുണ്ട് ഈ 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ആ ഭാഗത്ത് വെട്ടിക്കൊടുക്കണം. ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് കയറ്റിയിടരുത് കേട്ടോ. ഈ ഭാഗം വരുമ്പോൾ ഈ കൈക്കുഴിയുടെ ഈ ഒരു മധ്യഭാഗത്തായിരിക്കണം കേട്ടോ. അപ്പം നമുക്കതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴുത്ത് ഞാൻ റൗണ്ട് നെക്ക് തന്നെയാണ് ഫ്രണ്ടും വെട്ടിയെടുക്കണത്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊന്ന് ഇവിടെയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് നമ്മുടെ ഇത് ടോപ്പ് വെട്ടിയെടുക്കാനുള്ളൊരു കേട്ടോ. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യണത് ആവശ്യമുണ്ടെങ്കിൽ അത് പറയാം, സ്റ്റിച്ച് ചെയ്യണതിൻ്റെ കാണിച്ചു തരാം. കട്ട് ചെയ്തത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടണമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അളവൊക്കെ എടുക്കാനൊക്കെ അറിയാത്തവർക്ക് പെട്ടെന്നൊന്ന് വെട്ടിയെടുക്കാനൊക്കെ പറ്റുന്നൊരു ഇതാണ് ഞാൻ കാണിച്ചത്. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എല്ലാത്തിനും മറുപടി തരും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.